നമസ്കാരം. പ്രകൃതിയെ സംരക്ഷിച്ച് ആരോഗ്യവും സംരക്ഷിച്ച് നമുക്ക് സമ്പന്നരാവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്ര സന്തോഷവാന്മാരായിരിക്കും അല്ലേ? അങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് മറ്റാരുമല്ല, ഈ രംഗത്ത് ഏറെ ശ്രദ്ധേയരായിട്ടുള്ള കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡാണ് ഇങ്ങനൊരു നൂതനമായൊരു ആശയം നമ്മുടെ പൊതുസമൂഹത്തിന് പഠിപ്പിക്കുന്നത്. ആ ആശയം എന്താണ്, കൈരളിയുടെ പ്രവർത്തനങ്ങൾ എന്താണ്, ഇതൊക്കെ വിശദീകരിക്കാൻ കൈരളിയുടെ സാരഥി ചെയർമാൻ KV അശോകൻ നമ്മുടെ കൂടെ. നമസ്കാരം സർ. നമസ്കാരം സർ, ഞാൻ പറഞ്ഞ ആ ഒരു ടാഗ് ലൈൻ കേട്ടല്ലോ, അത് തന്നെയാണ് കൈരളിയുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ആ ടാഗ് ലൈൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊരു സംശയം സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കുണ്ടാവും. ആദ്യം പറയുമ്പോൾ ആ ഒരു സംശയം സ്വാഭാവികമാണ്. പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക എന്നുള്ളത് ഈ പ്രവർത്തനത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതാനുഭവത്തിൽ നമുക്ക് എത്ര സമ്പത്തുണ്ടായിരുന്നാലും നമ്മൾ ആരോഗ്യവാനല്ലെങ്കിൽ നമുക്ക് സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മൾ എത്ര സമ്പത്തുണ്ടായിരുന്നാലും എത്ര ആരോഗ്യവാനായിരുന്നാലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പോയി നമുക്ക് യാതൊരു നിർവാഹവുമില്ല. അവിടെയാണ് നമ്മൾ വളരെ കാര്യമായിട്ട് ഇന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതും പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിങ്ങും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനവുമാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് എല്ലാ ജനവിഭാഗങ്ങളും അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 4-5 ഡിഗ്രി ചൂട് കൂടിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ 1/3 ഭാഗം വെള്ളത്തിനടിയിലാവുന്നതാണ് പഠനങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ കണ്ടില്ലേ, വയനാട്ടിലായിരുന്നാലും പ്രളയം വന്നപ്പോഴായിരുന്നാലും. അപ്പോൾ അത്തരത്തിലുള്ള ഏത് ദുരന്തം വന്നാലും നമ്മൾ എത്ര സമ്പത്തുണ്ടായാലും ആരോഗ്യം ഉണ്ടായാൽ കഴിയില്ല. അതുകൊണ്ടാണ് കൈരളി വളരെ കൃത്യമായി പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക എന്ന് അത് പറഞ്ഞത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ആളുകൾ സമ്പന്നരായിട്ടുള്ളത് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വനനശീകരണം, പാടങ്ങൾ തൂർത്ത്, നെൽപ്പാടങ്ങൾ തൂർത്ത്, അതുപോലെ തന്നെ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നശിപ്പിച്ച് രാസവളങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ആ രീതിയിൽ പ്രകൃതിയെ ദ്രോഹിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ തന്നെ സമ്പത്ത് താൽക്കാലികം. പക്ഷെ ഇപ്പോൾ അത് നിർവാഹമില്ല എന്ന് ലോകരാഷ്ട്രങ്ങളും മനുഷ്യ സമൂഹവും മൊത്തം കണ്ടെത്തി. അതുകൊണ്ട് എല്ലാവരും ആഹ്വാനം ചെയ്യുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മളെ പ്രപഞ്ചത്തെ കാർബൺ ന്യൂട്രലാക്കുക എന്നുള്ളതാണ്. അവിടെയാണ് കാർബൺ ന്യൂട്രലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് കർഷകരാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് ഉണ്ട്. ആ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റിൽ 5 ലക്ഷം ഏക്കർ ലാൻഡ് നമുക്ക് ഈ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റിലേക്ക് ലഭ്യമായി കഴിഞ്ഞാൽ അതിൽ സുസ്ഥിരമായ കൃഷിരീതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2200 കോടി രൂപയുടെ കാർബൺ ക്രെഡിറ്റ് വരുമാനം നമുക്ക് ലഭ്യമാകാൻ കഴിയും. 7 വർഷത്തിനുള്ളിൽ ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ 5 ലക്ഷം ഏക്കർ ലാൻഡിൽ ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റീവ് ഉൽപ്പന്നങ്ങളുടെ വിലയൊന്നല്ല, വായുവിൽ നിന്ന് അല്ലെങ്കിൽ കാർബൺ എമിഷൻ കുറച്ചുകൊണ്ട് കാർബൺ ക്രെഡിറ്റിൽ മാത്രമായിട്ട് നമ്മുടെ കർഷകർക്ക് 2200 കോടി രൂപ വരുമാനം. ഇത് നമ്മൾ കർഷകരിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ പ്രകൃതി അവിടെ ഈ കാർബൺ ക്രെഡിറ്റ് പ്രോജക്റ്റ് സസ്റ്റൈനബിൾ കൃഷി രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഭൂവിനിയോഗം, ജൈവവള പ്രയോഗം, കൃത്യമായിട്ടുള്ള ജലസേചന രീതികൾ, കൃത്യമായിട്ടുള്ള കാർഷിക വനവൽക്കരണം, അതുപോലെ തന്നെ ഇടവിള കൃഷികൾ, അത് ഒക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിലുള്ള കാർബൺ മണ്ണിലേക്കും സസ്യങ്ങളിലേക്കും വലിച്ചിഴക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിൻ്റെ ഫലഭൂഷ്ഠത കൂടും. ഓട്ടോമാറ്റിക്കലി കർഷകരുടെ ഉൽപ്പാദനശേഷി കൂടും, അവരുടെ ഉൽപ്പാദന വർധനവുണ്ടാവും. അതൊക്കെ അവർക്ക് അധികമായിട്ട് കിട്ടുന്നതാണ്. അതിനൊപ്പം
1 ടൺ കാർബൺ എമിഷൻ കുറച്ച് കഴിഞ്ഞാൽ 1 യൂണിറ്റ് കാർബൺ ക്രെഡിറ്റ് കിട്ടും. ഇന്ന് ഇൻ്റർനാഷണൽ തലത്തിൽ $40 വാല്യൂ ഉണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ക്രെഡിറ്റ്. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ കർഷകരാണ്. നമുക്ക് വളരെ സന്തോഷമുണ്ട് ഈ കാര്യം ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ. എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ കാർബൺ ന്യൂട്രലിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ചെന്ന് പറഞ്ഞു 2070 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തെ കാർബൺ ന്യൂട്രലാണ്. നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ കേരളത്തിലെ ധനകാര്യമന്ത്രി ബാലഗോപാലൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു 2050 ആകുമ്പോഴേക്കും കേരളം കാർബൺ ന്യൂട്രലാകും. അവിടെയാണ് കാർബൺ ന്യൂട്രലാക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന കർഷകർക്ക് അതിൻ്റെ ഗുണം ലഭിക്കണമെന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ ആദ്യമായി ഈ സ്മോൾ ഫാർമേഴ്സിനെ പങ്കാളികളാക്കിയിട്ട് കാർബൺ ക്രെഡിറ്റ് പ്രോജക്റ്റ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കാർബൺ ക്രെഡിറ്റ് പദ്ധതി. ഇതിൻ്റെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറഞ്ഞു പ്രകൃതിയും മനുഷ്യനും പരസ്പര പൂരകങ്ങളാണെന്ന് പഠിപ്പിക്കുകയാണ് കൈരളി. ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രീയ വശം സാറ് ചൂണ്ടിക്കാട്ടി. ഇതിനപ്പുറത്തേക്ക് ഈ കൈരളി എന്ന് പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് സാറിനെ പഠിക്കുന്ന ഒരാൾക്ക് അറിയാം, ഒരു മികച്ചൊരു സഹകാരിയായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പഞ്ചായത്തിൻ്റെ തലവനൊക്കെ ആയിട്ടുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും. കൈരളി എന്നൊരു ആശയത്തിലേക്ക്, കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു ആശയത്തിലേക്ക് വന്നെങ്ങനെ? അത് ഞാൻ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ, താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 35 വർഷം സഹകരണ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളതാണ്. അത് ഔദ്യോഗികമായിട്ടും നയിച്ചാണ്. അപ്പോൾ കർഷകരുമായും സാധാരണ ജനങ്ങളുമായും എൻ്റെ ചെറുപ്പം തുടങ്ങി തന്നെ എനിക്ക് ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഗുണവും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം അവസരം എനിക്ക് ലഭിച്ചത്. ആ സമയത്തൊക്കെ തന്നെ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാണ്ട് പോകാൻ കഴിയില്ല. അതുമാത്രമല്ല നമ്മുടെ ജനജീവിതവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് സഹകരണ പ്രസ്ഥാനമാണ്. സഹകരണ മേഖല എല്ലാ മേഖലയിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലായാലും ഇന്ത്യയിലായിരുന്നാലും സാധാരണ ജനങ്ങൾക്ക് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു കൈത്താങ്ങാവുന്നത് സഹകരണ പ്രസ്ഥാനമാണെന്ന് എൻ്റെ ജീവിതാനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒപ്പം തന്നെ ഞാൻ പഠനമൊക്കെ കഴിഞ്ഞൊരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന സമയത്തും എനിക്കൊരു ജോലി കിട്ടിയതും ഞാൻ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തിയതും ഈ രീതിയിലേക്ക് ഞാൻ വളർന്നു വന്നതും സഹകരണ പ്രസ്ഥാനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ റിട്ടയർ ചെയ്ത് സമയത്ത് ഞങ്ങൾ കൂടി ഇന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിലാണ് ഞാൻ ജോലി ആരംഭിച്ചത്. അത് കേരള ബാങ്കിൽ നിന്നാണ് ഞാൻ റിട്ടയർ ആയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂരും കേരളത്തിലും മാത്രമാണ് നമ്മളുടെ പ്രവർത്തന പരിധി. അത് പ്രധാനമായിട്ടും തൃശ്ശൂർ. ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങാനുണ്ടായ കാരണവും അത് കാർഷിക മേഖലയിൽ ഉണ്ടാവാനുള്ള കാരണവും ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലും തമിഴ്നാടുമായിരുന്നു ആദ്യം ഉള്ളത്. അപ്പോൾ ആ മേഖലകളിലൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാനും അത് കുറേ കാര്യങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും കർഷകർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവാണ് കൈരളി എന്ന് പറയുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാനുണ്ടായ കാരണം. സാറിപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പറഞ്ഞു, ഒരു ചെറുകിട കർഷകന് എങ്ങനെ ഇതിലേക്ക് വരാം എന്നുള്ളത് വിശദമാക്കി. പക്ഷേ ഈ ഒരു കർഷകനൊക്കെ ഒരു വരുന്ന സമയത്ത് ഇതൊരു സംരംഭം കൂടിയാണല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ഒരു എന്തെങ്കിലും അധികമായിട്ടുള്ളൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും കർഷകർ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ ആദ്യത്തെ ചോദ്യം ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രവർത്തനമായിട്ട് ചെല്ലുമ്പോൾ കർഷകർ നമ്മളൊരു സംശയദൃഷ്ടിയോടെയാണ് ഈ നമ്മളിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് പറ്റിച്ച് പോകാനാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യവും ഇപ്പോൾ തന്നെ അത് ഇങ്ങനെ പല രീതിയിൽ പല തട്ടിപ്പുകൾക്ക് വിധേയമാവുന്ന ഒരു കാലഘട്ടമാണല്ലോ നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ അതാണ് ഇതിൻ്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റിലേക്ക് വരുന്ന കർഷകരിൽ നിന്ന് ഒരു പൈസ പോലും നമ്മൾ അതിനു വേണ്ടി ഈടാക്കുന്നില്ല. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ടാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ നടപ്പിലാക്കുന്നത്. അവരുടെ കൃഷിയിടം കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സപ്പോർട്ട് അടക്കം വേണ്ടി വന്നാൽ നമ്മൾ കൊടുക്കാൻ തയ്യാറായിട്ടാണ്
കർഷകർക്ക് ഒരു അധിക സാമ്പത്തിക ബാധ്യതയും ഏൽപ്പിക്കാതെയാണ് ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നത്. അതായത് മൂലധനം എന്ന് പറയുന്നത് 0 രൂപ. യെസ്, അവർക്ക് ഈ സൊസൈറ്റിയിലെ മെമ്പർമാരാണ്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയിലെ മെമ്പർമാരുടെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി സൊസൈറ്റിക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതെ, ഈ സാറിപ്പം ചൂണ്ടിക്കാട്ടി, കാരണം കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന പരിധി എന്നുള്ളത്. ഞാൻ പറയുന്നത് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. ആ പദ്ധതി എന്താണ്? അല്ല, അത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞല്ലോ. അത് നമ്മൾ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുള്ളൂ. ഈ 3 വർഷത്തിന് ഉള്ളിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, അപ്പസ് ഓർഗനൈസേഷനായിട്ടുള്ള NCI, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ 8 ലക്ഷത്തോളം വരുന്ന 8 ലക്ഷത്തിൽ പരം വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളെ റെപ്രസെൻ്റ് ചെയ്യുന്ന നാഷണൽ ഫെഡറേഷനുകൾക്കും സ്റ്റേറ്റ് ഫെഡറേഷനുകൾക്കും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും മെമ്പർഷിപ്പുള്ള NCI, ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NCIയുമായി നമ്മൾ ധാരണാപത്രം ഒപ്പുവെച്ചു. അത് ഈ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും വിജയകരമായ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അവസരമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വളരെ സന്തോഷമാണ്. കാരണം കൈരളി വെച്ചിട്ടുള്ള ഈ പ്രൊജക്റ്റുകൾ ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലും വ്യാപിപ്പിക്കാനായിട്ടുള്ള ധാരണാപത്രത്തിലാണ് നവംബറിൽ നമ്മൾ ഒപ്പുവെച്ചത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലും വിദേശ രാജ്യങ്ങളിലേക്ക് പോലും വ്യാപിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസരം നമുക്ക് ലഭ്യമായി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കൈരളിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ സമയത്ത് നമ്മൾ നേരത്തെ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, അതിലൂടെ നമുക്കും സമ്പന്നരാവാൻ പറ്റുന്ന ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു. ആ സമയത്താണ് ഈ ജലമരം, എന്താണ് ജലമരം എന്നുള്ളതാണ്. ജലമരം, അതും ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ അറിയാമല്ലോ, ഡൽഹി വായു മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പട്ടണ പ്രദേശങ്ങൾ വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മൾ കുപ്പിയിൽ വെള്ളം കൊണ്ട് കുടിക്കുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല നമ്മുടെ വളരെ ചെറുപ്പത്തിൽ. ഇപ്പോൾ കുപ്പി വെള്ളം ഇല്ലാതെ കൊണ്ടുനടക്കാൻ പറ്റില്ല. ഇനി ഈ വായുമലിനീകരണം ഡൽഹി പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഓക്സിജൻ കൊണ്ടു നടക്കേണ്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പറഞ്ഞ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് നമുക്ക് ഗ്രാമപ്രദേശങ്ങളിലും കൃഷിയിടങ്ങളിലേ പറ്റുള്ളൂ. പക്ഷെ അപ്പോൾ എങ്ങനെയാണ് പട്ടണ പ്രദേശങ്ങളിൽ ഇത് കഴിയുക എന്നുള്ള ചിന്തയിലാണ് പിന്നെ നോക്കിയപ്പോൾ ലിക്വിഡ് ട്രീ അല്ലെങ്കിൽ ജലമരം എന്നൊരാശയം വരികയും അത് കുഫോസ്, കേരള യൂണിവേഴ്സിറ്റി ഫോർ ഫിഷറീസ് ആൻഡ് ഓഷ്യാനിക് സയൻസ്, അവരുമായി ഡിസ്കസ് ചെയ്ത് മൈക്രോ ആൽഗ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കഴിയും എന്ന് മനസ്സിലാക്കി ആ ഇന്ത്യയിലാദ്യമായി കുഫോസുമായി സഹകരിച്ച് ലോ കാർബൺ സൊല്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റിൻ്റെ ഹെഡ് ഉണ്ട് മിസ്റ്റർ ലതീഷാണ് ഈ കാര്യത്തിൽ ഈ GST ഗ്രീൻ ഹൗസ് ഗ്യാസ് അക്കൗണ്ടിങ്ങിൻ്റെ ഓഡിറ്റ് ഫ്രണ്ട് സർട്ടിഫിക്കേഷൻ USA സിയാറ്റിൽ നിന്ന് പാസ്സായിട്ടുണ്ട്. ചിക്കാഗോ ക്ലൈമറ്റ് രജിസ്ട്രിയിൽ അദ്ദേഹം സിഗ്നേച്ചർ അതോറിറ്റിയാണ്. കുഫോസ് ക്യാമ്പസിൽ, പനങ്ങാടുള്ള കുഫോസ് ക്യാമ്പസിൽ 1000 ലിറ്റർ വെള്ളത്തിൽ മൈക്രോ ആൽഗ ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു ബെസ്റ്റ് ഷെൽട്ടർ പോലെ നമ്മൾ അത് സ്ഥാപിച്ചു. ഈ ജലമരം എന്ന് പറഞ്ഞാൽ അവിടെ മരമൊന്നുമില്ല, 10 വലിയ മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ ഈ 1000 ലിറ്റർ വെള്ളത്തിലുള്ള മൈക്രോ ആൽഗ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചുരുങ്ങിയ സ്ഥലത്ത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇത് ലിക്വിഡ് സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ റെയിൽവേ ഭരണാധികാരികളടക്കം നമ്മളെ വിളിച്ച് ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്ത് ഇത് വ്യാപകമായിട്ട് ഇന്ത്യയിൽ വ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാന സർക്കാരുകളും ഇത് ഉപയോഗിച്ചുകൊണ്ട് പട്ടണപ്രദേശം മരം വെച്ച് പിടിപ്പിക്കാനൊന്നും കഴിയാത്ത, മരം വെച്ച് പിടിപ്പിച്ചാലും വായുമലിനീകരണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഇത് വലിയ സാധ്യതയാണ്. അത് വലിയ സക്സസ്സാണ്. അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയും. എൻ്റെ കയ്യിൽ ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. സ്വാഭാവികമായിട്ട് നേരത്തെ നമ്മൾ കാർബൺ ക്രെഡിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഒരു ചെറുകിട കർഷകനാണ്. ചെറുകിട കർഷകനായ എനിക്ക് ഈ കാർബൺ ക്രെഡിറ്റിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കണം. കൈരളിയെ ഞാൻ എങ്ങനെ സമീപിക്കും എന്നുള്ളതാണ്. ഇതിൽ എന്താ കഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില സ്ഥലങ്ങൾ നമ്മളിപ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി, ഇപ്പോൾ 10 സെൻറ്റ് സ്ഥലമാണ് ഉള്ളതെങ്കിൽ ആ ഭൂവിനിയോഗം നമ്മൾ നോക്കും. ചിലപ്പോൾ അതിലൊരു വീടുണ്ടാവും, പിന്നെ വലിയ കാര്യമായിട്ടൊന്നും. പക്ഷേ
ചില മരങ്ങൾ അല്ലെങ്കിൽ തുളസി ചെടി ചില മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ തന്നെ അത് നല്ല രീതിയിൽ കാർബൺ സെക്വിസേഷൻ നടത്തും. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഞങ്ങളുടെ വേറെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് BSFL. BSFL ഞാൻ അതിലേക്ക് വരുമായിരുന്നു. അത് 10 സെൻറ്റായാലും ചെറുകിട കർഷകരായിരുന്നാലും ഈ BSFL എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പരിസരം വൃത്തിഹീനമാകുന്നതിലൊന്നാണ് മാലിന്യം സംസ്കരിക്കാൻ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ മാലിന്യത്തിൽ നിന്ന് സമ്പത്തുണ്ടാക്കുക എന്ന രീതിയിൽ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവേ ഫാമിംഗ്. നമ്മൾ മാലിന്യ സംസ്കരണമല്ല, നമ്മൾ മാലിന്യത്തെ ഫാമിംഗ് നടത്തി അതിൽ നിന്ന് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവേ ഫാമിംഗ് നടത്തിക്കൊണ്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി കോഴിത്തീറ്റയും മത്സ്യത്തീറ്റയും വളവുമായി അതിനെ സമ്പത്താക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു 5 ടൺ ജൈവമാലിന്യം ഒരു ദിവസം ഇപ്പോൾ ഉണ്ട് എന്ന് വയ്ക്കുക. അപ്പോൾ ഒരു ജോലിയില്ലാത്തൊരു കർഷകനാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എടുത്ത് നമ്മുടെ പഞ്ചായത്തുകളിലെ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ ഹോട്ടൽ വേസ്റ്റ് തന്നെ 5 ടൺ വേസ്റ്റ് ഒരു ദിവസം നമ്മുടെ BSFL പ്ലാന്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ 5 ടണ്ണിനും 10,000-നും 15,000-നും ഇടയ്ക്ക് ക്യാഷ് ആ മാലിന്യത്തിന് നിങ്ങൾക്ക് തരുന്ന രീതിയിലാണ് ഒരു ദിവസം 5 ടൺ എത്തിച്ചു കഴിഞ്ഞാൽ അത്രയും ഫണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ആ പ്രൊജക്റ്റിനെ വിഭാവനം ചെയ്ത് മലപ്പുറത്ത് ആരംഭിക്കാൻ പോകുന്നു. ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനൊക്കെ നല്ല രീതിയിലുള്ള സംവിധാനം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അഗ്രികൾച്ചറൽ വേസ്റ്റിൽ നിന്ന് ബയോചാർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ ബയോചാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചകിരിയുടെ ഇതുണ്ടല്ലോ, അതുപോലെ കരിമ്പിൻ്റെ വേസ്റ്റ്, അതുപോലെ ഈ അഗ്രികൾച്ചറൽ വൈക്കോലൊക്കെ അടക്കം ഈ അഗ്രികൾച്ചറൽ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ബയോചാർ ഉണ്ടാക്കി അത് നമ്മുടെ മണ്ണിലേക്ക് ഇത് ചെയ്യുമ്പോൾ വലിയ കാർബൺ ക്രെഡിറ്റ് നമുക്ക് അതിൽ നിന്നും കിട്ടും. അപ്പോൾ ബയോചാർ വെച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രവർത്തനം വരുന്നതോടുകൂടി BSFL വരുന്നതോടുകൂടി ലിക്വിഡറി വരുന്നതോട് കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് വരുന്നതോടുകൂടി നമ്മൾ ഈ പറഞ്ഞ ഒരു തലത്തിലേക്ക് എത്തും. നമ്മളിപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ, നമ്മളുടെ നാളികേരത്തിൻ്റെ 20ഓളം വരുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. തെങ്ങ് കയറി 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൽപ്പാദിപ്പിക്കാം. ആ മെത്തേഡാണ് നമ്മളുടെ പ്രസ് ചെയ്തിട്ടുള്ള കൊപ്രയാക്കുക ചൂടാക്കുക ഒന്നുമില്ല, അതാണ് ഓയിൽ. ആ വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരു സ്പൂൺ നമ്മളൊരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ കൂടും. പല അസുഖങ്ങൾക്കും ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് ഇത് ശമനം കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മുടെ അമ്മയുടെ മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ള ലോറിക് ആസിഡ് 49% ഇതിലടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനം തെളിയിച്ച് ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. അതാണ് നമ്മൾ ഒട്ടും മായം ചേർക്കാതെ ആളുകളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഏറ്റവും അംഗീകാരം കിട്ടിയ മറ്റൊരു പ്രൊഡക്റ്റാണ് ഹെർബൽ സാനിറ്ററി നാപ്കിൻ. നമ്മുടെ വനിതകൾക്ക് എല്ലാ മാസവും ആവശ്യമായിട്ടുള്ളതാണ്. അവരുപയോഗിക്കുന്ന ഇപ്പോൾ ഉപയോഗിക്കുന്ന നാപ്കിനുകളുടെയൊക്കെ ഭാഗമായിട്ട് അവരുടെ ശാരീരിക അസുഖങ്ങളും അസ്വാസ്ഥ്യങ്ങളും ഒക്കെ വീഡിയോയിലും വലിയ പഠനം നടത്തി നമ്മൾ കണ്ടതാണ്. അവിടെയാണ് ഇത് ഹെർബൽ ഇലകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒട്ടും കെമിക്കലില്ലാത്ത പ്ലാസ്റ്റിക് ഇല്ലാത്ത സാനിറ്ററി നാപ്കിൻ നമ്മൾ ഗ്രീൻ പാഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇല്ല, അത് നമുക്ക് നശിപ്പിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ആർത്തവം കഴിഞ്ഞ് ബ്ലഡ് കണ്ടൻറ്റുള്ള ഇതാരും അങ്ങനെ ഇതാക്കില്ല. ഇനി അത് കത്തിച്ചാലും പ്രശ്നമില്ല, കടലാസ് കത്തിക്കുന്നതിൻ്റെ എഫക്റ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു വലിയ പ്രശ്നം നമുക്ക് പരിഹരിക്കപ്പെടുന്നുണ്ട്. അവിടെയും ഞാൻ ഈ പറഞ്ഞ പ്രകൃതിയും സംരക്ഷിക്കുന്നുണ്ട്, ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്, വരുമാനം ഉണ്ടാകുന്നുണ്ട്. 3 വർഷത്തിനുള്ളിൽ 50 പ്രൊജക്റ്റ് ഓഫീസുകളാണ് നമ്മളിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞത്. 40,000-ഓളം ഷെയർ ഹോൾഡേഴ്സ് നമുക്ക്. ഒട്ടേറെ പ്രശ്നങ്ങൾ സഹകരണ മേഖലയിലൊക്കെ വരുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കെതിരുണ്ട്. അങ്ങനെ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആണ് ഈ കൈരളി തുടങ്ങിയത് തന്നെ. എന്നിട്ട് പോലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കൈരളിക്ക് ഇത്രയും ജനങ്ങളിലേക്ക് എത്തിച്ചേരാനും ഇത്രയും പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാനും അതിൻ്റെ ഭാഗമായിട്ട് ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലും വലിയ അംഗീകാരങ്ങൾ ലഭിക്കാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ആളുകളുടെ നമ്മളോടുള്ള അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇന്ന് ലോകം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
അതിന് സാറ് പറഞ്ഞതിനകത്ത് തന്നെ ഉത്തരവുണ്ട്. ഒരു 25 വർഷം മുൻപ് നമ്മൾ കുപ്പിയിൽ വെള്ളം കുടിക്കുന്നത് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. ഇപ്പം ഡൽഹിയിലൊക്കെ ഓക്സിജൻ എന്താ പറയുക ക്യാബിനുകൾ തുടങ്ങേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്ന ഒരു അവസ്ഥ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇപ്പോൾ ഇത് കൂടുതൽ തെളിഞ്ഞു വന്നു തുടങ്ങി. 2022 ഡിസംബറിൽ ഇന്ത്യൻ പാർലമെൻറ്റിന് അകത്ത് എനർജി കൺസർവേഷൻ അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കി. ആ എനർജി കൺസർവേഷൻ അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കിയതിന് കാരണം ഇന്ത്യയിൽ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റിംഗ് ഇത് ചെയ്യാൻ പോവുകയാണ്, വ്യാപകമാക്കാൻ പോവുകയാണ്. ഈ നിയമം വരുന്നതിന് മുമ്പും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കൈരളി ആ കാർബൺ ക്രെഡിറ്റ് എക്സ്ചേഞ്ചിൽ മെമ്പർഷിപ്പ് എടുത്ത ഏക സഹകരണ പ്രസ്ഥാനമാണ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ആദ്യം കുറേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും ഇപ്പോഴും നമ്മളതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളൂ. നമ്മുടെ ആദ്യത്തെ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. കാർബൺ ക്രെഡിറ്റ് ചെയ്യാനായിട്ടുള്ള നടപടികൾ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബയോചാർ അതിൻ്റെ അതൊക്കെ വരുന്നതോടുകൂടി വലിയ മാറ്റം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വെറും പ്രതീക്ഷ അല്ല, അത് മാറ്റം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ സംസാരിച്ചത് ഈ കർഷകർക്ക്, ചെറുകിട കർഷകർക്കൊക്കെ ഉള്ള നേട്ടങ്ങളെക്കുറിച്ചാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാർഷിക സംരംഭകരുണ്ടാവും. കാർഷിക സംരംഭകരെ സംബന്ധിച്ച് അവരെപ്പോഴും ചിന്തിക്കുന്ന അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു എത്തിക്കൊണ്ടുണ്ടോ? ഇപ്പോൾ കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സൊസൈറ്റി ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ആ ഒരു കീഴിലുള്ള ഈ ഒരു ആശയം, പ്രത്യേകിച്ച് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആശയം, അതിന് അന്താരാഷ്ട്ര മാർക്കറ്റിലെ സാധ്യതകൾ എന്താണ്? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സിഡ്നിയിലെ കാർബൺ ക്രെഡിറ്റ് എക്സ്ചേഞ്ചിൽ അവരാണല്ലോ ഇത് മേടിക്കുന്നത്. ഇവിടെ കാർബൺ ക്രെഡിറ്റ് എങ്ങനെയെന്നറിയോ സെയിൽ ചെയ്യപ്പെടുന്നത്? അതായത് ഇനി ഒരു വ്യവസായ സംരംഭത്തിൽ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് അത് മാർക്കറ്റിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് കാർബൺ ന്യൂട്രലാണെന്ന് സർട്ടിഫൈ ചെയ്യണം. അപ്പോൾ അവിടെ ഇപ്പോൾ ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റ് കമ്പനികളായിരുന്നാലും ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ് കമ്പനികളായിരുന്നാലും അവർക്കൊന്നും ഈ വ്യവസായ സംരംഭങ്ങളിൽ 100% കാർബൺ ന്യൂട്രലാക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഇൻ്റർനാഷണൽ തലത്തിൽ ലോകരാഷ്ട്ര തലവന്മാർ കൂടി അവരൊരു 49% ഓഫ്സെറ്റ് ചെയ്യാം എന്ന് പറയാം. അത് ആ പ്രദേശത്ത് തന്നെ ചെയ്യണമെന്നില്ല. അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ കൃഷി നടത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളിൽ നിന്ന് കാർബൺ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തിട്ടോ. അപ്പോൾ നമ്മുടെ ഈ കർഷകർക്ക് ഇൻ്റർനാഷണൽ തലത്തിലേക്ക് ഇത് വരാനായിട്ട് ഇത് കഴിയും. അപ്പോൾ ഈ കർഷക സംരംഭകരുടെ ഇൻഡിവിജ്വൽ വ്യക്തികളുടേതായാൽ പോലും നമുക്ക് അവരെ കൂടി സംയോജിപ്പിച്ച് നമുക്ക് ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും. മറ്റ് അപ്പ സംഘങ്ങളുമായി യോജിച്ചുകൊണ്ട് അവരെ കൊണ്ടുവരാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ഇതിലെ കാർബൺ ന്യൂട്രൽ എക്കോ ഫാം ടൂറിസം നമ്മളുടെ വേറൊരു പ്രൊജക്റ്റാണ്. നമ്മളിപ്പോൾ ഇതൊന്ന് പൂർത്തീകരിക്കുന്നതോടുകൂടി പണ്ടത്തെ ടൂറിസ്റ്റ് ആളുകളല്ല ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേക്കും അല്ലെങ്കിൽ ആണ് ഫാം ടൂറിസത്തിന് വലിയ ഇമ്പോർട്ടൻസ് വരികയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇത്തരം പറഞ്ഞ ആളുകളുടെ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് ഏറ്റവും ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ ഭക്ഷണം കിട്ടുന്ന കാർബൺ ന്യൂട്രലായിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് അവരെ കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാർബൺ ന്യൂട്രൽ എക്കോ ഫാം ടൂറിസം നമ്മളുടെ പ്രൊജക്റ്റുകൾ അത് അടക്കം നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതും സക്സസ് ആവും തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത് ഈ കൈരളിയുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു പദ്ധതികൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക, ഇനി അങ്ങോട്ടേക്ക് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ചും കൂടിയും അതിൻ്റെ സമയം എടുക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഹൈ സ്പീഡിലാണ് ഞങ്ങളുടെ ഒരു വളർച്ച നമുക്ക് മുന്നിലുള്ളത്. ലിക്വിഡ് ട്രീയുടെ വേറൊരു ചെറിയ രൂപം മാളുകളിലും ഹാളുകളിലൊക്കെ വയ്ക്കാൻ കഴിയുന്നത്, അതിപ്പോൾ സൊസൈറ്റിക്ക് ഈ ഇന്ത്യയിൽ മാത്രമാണ്, അല്ലെങ്കിൽ പിന്നെ NCIയുടെ ഇതുകൂടി ചെയ്തിട്ടേ പറ്റുള്ളൂ. ഈസ്റ്റേൺ മറ്റേ അറബ് രാഷ്ട്രങ്ങൾ, ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ ഇതിന് വലിയ സാധ്യത ഉണ്ടെന്ന് കണ്ട് അതിൻ്റെ ഒരു മാർക്കറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. GCC രാജ്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഗുണം എല്ലാവർക്കും ലഭിക്കുക എന്നുള്ള, ഇപ്പോൾ തന്നെ നമ്മൾ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലയ്ക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലെങ്കിൽ 2-3 സ്റ്റേറ്റുകളിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലേക്കല്ല നമ്മളുടെ പ്രവർത്തനത്തെ നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലും ഇൻ്റർനാഷണൽ
തലത്തിലേക്കും നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഗുണം അവിടെ നിന്ന് നമ്മുടെ ആളുകൾക്കും ലഭിക്കാൻ കഴിയുന്ന ഒരു തരത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല കാർഷിക സഹകരണ പ്രസ്ഥാനമായി കൈരളിയെ മാറ്റിയെടുക്കുക, അതിൽ നമ്മൾ ഒന്നാമനായി വരുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവനക്കാരും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സും ഒക്കെ അവരുടെ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാവിയിലെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലോകത്തിലെ ഏറ്റവും നല്ല സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ നമ്പർ 1 കാർഷിക MSCS ആയിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ലോകത്തിന് തന്നെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വലിയ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ഈ പ്രസ്ഥാനത്തെ മാറ്റിയെടുക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കേരളം എന്ന് പറയുന്നതിൻ്റെ ഒരു പര്യായ പദമാണ് കൈരളി എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ മാത്രമല്ല കേരളത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് സഹകരണ മേഖല കൂടിയാണ്. അങ്ങനെ ഒരു സഹകരണ മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, ആ കൈരളി ഉയർത്തിക്കൊണ്ടുവന്നൊരു പുതിയ ആശയം, അതെങ്ങനെയാണ് പ്രകൃതി സംരക്ഷിക്കുന്നത്, ആരോഗ്യം സംരക്ഷിക്കുന്നത്, വരുമാനമുണ്ടാക്കുന്നത് എന്ന് നമ്മുടെ കേരള വിഷൻ ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വളരെ ലളിതമായി ഇത്രയും നേരം മനസ്സിലാക്കി കൊടുത്ത അങ്ങേക്ക് നന്ദി. തീർച്ചയായിട്ടും കേരള വിഷൻ സംബന്ധിച്ചത് എനിക്കൊരു കടപ്പാട് കൂടിയുണ്ട്. ഈ വിഷയം നമ്മൾ ആദ്യം പത്രമാധ്യമങ്ങളുടെ മുന്നിലേക്കും ഇതിലേക്കൊക്കെ വെച്ചപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ കേരള വിഷൻ ഏറ്റവും അടിത്തട്ടിൽ സാധാരണ ജനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മീഡിയയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് കേരള വിഷൻ നമ്മളെ കേൾക്കാനും അത് ആളുകളിലേക്ക് എത്തിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരള വിഷൻ്റെ അതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മളെ കാണാൻ വന്നതിലും ഇത്രയും നേരം നമ്മൾ പറഞ്ഞ് കേട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളെടുക്കുന്ന ആ എഫർട്ടിനെ വളരെ നന്ദിയോടെ കാണുന്നു. തീർച്ചയായിട്ടും വളരെ നന്ദിയുണ്ട്.